ലോകം നമ്മോട് പറയുന്നത് നിനക്കത് കഴിയും എന്നാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത് ദൈവത്തിന് സകലവും സാധ്യം എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ബലഹീനരാണ്. നിങ്ങൾക്കത് കഴിയുമെന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ധൈര്യം പോരാതെ വരും. ഈ ലോകം നിങ്ങളോട് കഴിയുമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൂടെ കൂടെ നേരിട്ട തോൽവികളുടെ ചരിത്രം നമുക്ക് ധൈര്യം വേണ്ടതുപോലെ തരാതെ വരും. എന്നാൽ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ എന്നാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ആരാണ് യഹോവ? ദൈവത്തിന് എന്താണ് കഴിയാത്തത് എന്നതാണ് നിങ്ങൾ ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സകലതും കഴിയും. പ്രിയപ്പെട്ടവരെ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞുണ്ടാകുമെന്ന ദൈവശബ്ദം കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ചിരി വരാൻ കാരണം അവൾ നോക്കിയത് അവളിലേക്കാണ്. അവളുടെ വാർദ്ധക്യം, അവളുടെ അസാധ്യതകൾ, അവളുടെ ബലഹീനതകൾ, അവളുടെ സാഹചര്യങ്ങൾ ഒക്കെ ചിന്തിച്ചപ്പോൾ ചിരി വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് കാണുന്നത്? നിങ്ങൾ നിങ്ങളെയാണോ കാണുന്നത്? നിങ്ങളുടെ അസാധ്യതകളാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ ബലഹീനരാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അബ്രഹാം ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിച്ചു, ധൈര്യം വർദ്ധിച്ചു, പ്രത്യാശ വർദ്ധിച്ചു. അബ്രഹാം തന്നോട് തന്നെ പറഞ്ഞു, എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും. എനിക്കത് കഴിയുകയില്ല, എന്നാൽ എന്നോട് വാക്കു പറഞ്ഞ ദൈവത്തിന് സകലവും സാധ്യമാണ്. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങളെന്താണ് ഇന്ന് പകൽ ധ്യാനിക്കുന്നത്? നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? നിങ്ങൾ ആരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത്? 12 ശിഷ്യന്മാർ പടകിൽ ആർത്തിരമ്പുന്ന തിരകളെ ഭയന്ന് വലയുന്ന സമയത്ത് യേശു കടലിൽ കൂടെ നടന്നു വരികയാണ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പത്രോസിനൊരാഗ്രഹം, യേശുവേ, ഇത് നീയാകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുത്തൊന്ന് വന്നോട്ടെ. യേശു പറഞ്ഞു, പത്രോസേ, വരിക. പ്രിയപ്പെട്ടവരെ, ആ മുഖത്തേക്ക് നോക്കി ആ ശബ്ദത്തോട് പ്രതികരിച്ച് പത്രോസ് കാലെടുത്തു വെച്ചത് കടലിലേക്കാണ്. അവൻ കടലിലേക്കാണ് നോക്കിയതെങ്കിൽ അവനത് കഴിയുമായിരുന്നോ? ലോകമെന്ത് പറയും? ഇറ്റ്സ് ഇംപോസിബിൾ. കടലിൽ കൂടെ നടക്കാമെന്നോ? അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന്. അതെ, ലോകം ഒന്നടക്കം പറയും ഇറ്റ്സ് ഇംപോസിബിൾ. എന്നാൽ അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, യേശുവിൻ്റെ വാക്കിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ, അവൻ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആ കടലിൽ കാലെടുത്തു വെച്ചു. ദൈവശബ്ദത്തോട് പ്രതികരിച്ചവൻ കാലെടുത്തു വയ്ക്കാൻ തുടങ്ങിയപ്പോൾ കടൽ പോലും വിറച്ചുപോയി. കാരണം അവൻ വിശ്വസിച്ചത് കടലിനെ സൃഷ്ടിച്ച ദൈവത്തെയാണ്. നിങ്ങൾ ഇന്ന് പകൽ എന്താണ് കാണുന്നത്? നിങ്ങൾ ദൈവത്തെയാണോ കാണുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അസാധ്യതകൾ സാധ്യമാകും. ഇന്ന് നിങ്ങൾക്ക് കഴിയില്ല എന്ന ലോകം നിങ്ങളോട് പറയുന്ന വിഷയത്തിൻ്റെ നടുവിൽ,
നിങ്ങൾ ഈ മതിൽ ചാടിക്കടക്കും. ദാവീദ് പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിന്റെ ദൈവത്തിനാൽ സകലവും നിനക്ക് കഴിയും. വചനത്തെ ഏറ്റെടുക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.